വൈകുന്നേരം 5 മണിയാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടികൾ ക്യാറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ കുറിഞ്ഞി ബൊമ്മിക്കുട്ടി ആ പഴയ അലമാരുടെ അടിയിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് കിടക്കണതാണ് കേട്ടോ ബൊമ്മിക്കുട്ടി. ഇപ്പോഴാണ് ബൊമ്മിക്കുട്ടി പുറത്ത് വരുന്നത്. ഇപ്പോൾ ചൂട് കാരണം കൊണ്ടേ പൂച്ചക്കുട്ടികളൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓരോരോ സ്ഥലത്തായിരുന്നു കേട്ടോ. അതാ ബബിൾക്കുട്ടൻ, ചമ്പിക്കുട്ടി, പീക്കിരിക്കുട്ടൻ, ബൊമ്മിക്കുട്ടി, ഇത് പൊന്നും കുറിഞ്ഞി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓരോരോ ഭാഗത്താണ് കിടന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രം എടുത്തപ്പോൾ ഇങ്ങനെ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കുറിഞ്ഞിയും ബൊമ്മിക്കുട്ടിയൊക്കെ ഇല്ലേ, ക്യാറ്റ് ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അവർക്ക് മീൻ മതി. കുറിഞ്ഞിക്ക് അതേപോലെ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ പീക്കിരിക്കുട്ടനും ബബിൾക്കുട്ടനും വെറും കൊതിയന്മാരാണ് കേട്ടോ. നമ്മുടെ ചമ്പിക്കുട്ടിക്ക് അതേപോലെ ഇപ്പം മീനിനോട് താല്പര്യമില്ല, ക്യാറ്റ് ഫുഡിനോടാണ് ഇഷ്ടം കേട്ടോ. കണ്ടില്ലേ, ഇവർക്ക് രണ്ടുപേർക്കും ക്യാറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. അതിപ്പോൾ ഒരു ദിവസം എത്ര വട്ടം കഴിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 4-5 വട്ടമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ കൊടുക്കും, പിന്നെ ചിലപ്പോൾ ഒരു 10 മണിക്ക് കൊടുക്കും, പിന്നെ അതേപോലെ വൈകുന്നേരം കൊടുക്കും, ഇനി രാത്രി കിടക്കണ നേരത്തും കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ കുറിഞ്ഞി വെറുതെ ഇരിക്കാനാണ് കേട്ടോ. കുറിഞ്ഞിക്ക് ക്യാറ്റ് ഫുഡ് കഴിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിക്ക് ക്യാറ്റ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അത് അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അവൾ പതുക്കെയാണ് കഴിക്കുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ മിക്കവാറും എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ പീക്കിരിക്കുട്ടിയും ബബിൾക്കുട്ടിനെയൊക്കെ ഞാൻ പുറത്തൊക്കെയാണ് വെച്ച് കൊടുക്കുക. കാരണം എല്ലാവരുടെയും അവർ തന്നെ കഴിക്കും. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടിയും കഴിച്ചില്ല, കുറിഞ്ഞിയും കഴിച്ചില്ല കേട്ടോ. ഇനി അവരുടെ നമ്മുടെ പീക്കിരിയും ബബിളും കൂടിയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ കുറിഞ്ഞിക്ക് ക്യാറ്റ് ഫുഡിനോട് വല്ലപ്പോഴാണ് കേട്ടോ കുറിഞ്ഞി കഴിക്കില്ല. കുറിഞ്ഞിക്ക് അങ്ങനെ ക്യാറ്റ് ഫുഡ് വേണമെന്നേ ഇല്ല. അവൾക്ക് ഇങ്ങനെ മീൻ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ പോണു ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞിയും കൂടി ഇങ്ങനെ പുറത്തേക്ക് വീടിൻ്റെ പിന്നിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കുടിക്കാനാണ് കേട്ടോ പോണത്. നമ്മൾ വീടിൻ്റെ 2-3 ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം വെക്കും കേട്ടോ. എത്ര വെള്ളം വെച്ചാലും നമ്മൾ ചിലപ്പോൾ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുറക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ അതാ പീക്കിരി ബൊമ്മിക്കുട്ടി ആ അലമാരുടെ ചോട്ടിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ രസത്തിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് അല്ലേ.